നമസ്കാരം. ഇന്ത്യയോട് തോറ്റതിന്റെ നാണക്കേടിന് പിന്നാലെ പാകിസ്ഥാൻ ടീമിൽ വൻ അഴിച്ചുപണി. പാക് പരിശീലകൻ മൈക്ക് ഹെസൻ ഇതിനായുള്ള തുടർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് പോലും ടീമിനെതിരെ രൂക്ഷ വിമർശനങ്ങളും പരിഹാസങ്ങളും നിറയുന്ന സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് ടീം കടക്കുന്നത്. സൂപ്പർ 8 സാധ്യതകൾ ഇനിയും മുന്നിലുള്ള പാകിസ്ഥാൻ കൂവിയ കാണികളെ കൊണ്ട് കൈയടിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് മെനങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമായി വന്നാൽ ഇന്ത്യയുമായി മറ്റൊരു മത്സരം കളിക്കാൻ പാകിസ്ഥാന് അവസരം ലഭിച്ചേക്കും. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ തലപ്പത്തും പാകിസ്ഥാൻ 2ാം സ്ഥാനത്തുമായാൽ സൂപ്പർ 8-ൽ പാകിസ്ഥാനും ഇന്ത്യയും വ്യത്യസ്ത ഗ്രൂപ്പുകളിലായി എത്തിപ്പെടും. നിലവിൽ ഗ്രൂപ്പ് എയിൽ 2ാം സ്ഥാനത്ത് USA ആണ് ഉള്ളത്. പാകിസ്ഥാനും USAക്കും 2 പോയിന്റ് വീതമാണ് ഉള്ളതെങ്കിലും നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ 3ാമതായി മാറിയത്. നമീബിയക്കെതിരെയാണ് പാകിസ്ഥാന്റെ അടുത്ത മത്സരം. ഇത് വെല്ലുവിളി ആയേക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം. വലിയ മാർജിനിൽ പാകിസ്ഥാന് 2ാം സ്ഥാനക്കാരായി സൂപ്പർ 8-ലേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ അത് നിർണായകമാകും. ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും. ഇങ്ങനെ വന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും സെമിയിൽ നേർക്കുനേർ എത്താനോ അതല്ലെങ്കിൽ ഫൈനലിൽ എത്താനുമുള്ള സാധ്യതകളാണ് ഉള്ളത്. സെമിയിലോ ഫൈനലിലോ ഇരു ടീമുകളും നേർക്കുനേർ വരേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യം മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അവസരമായിട്ട് മാത്രമേ പാകിസ്ഥാന് കാണാൻ പറ്റുകയുള്ളൂ. ഇക്കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ കാര്യമായ വെല്ലുവിളി ഉയർത്താൻ സാധിക്കാത്ത ടീമിൽ നിന്നും നല്ലൊരു പ്രകടനം ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും തിരിച്ചു നാട്ടിലെത്തുമ്പോൾ തല ഉയർത്തി നടക്കാൻ ഇന്ത്യക്കെതിരെ ജയം നേടിയില്ല എങ്കിൽ പോലും നല്ലൊരു പോരാട്ടം നടത്താനുള്ള ശ്രമങ്ങളാകും ടീം നടത്തുക. അതിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ടീമിനുള്ളിലെ അഴിച്ചുപണി. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബാബർ അസം, ഷഹീൻ ഷാ അഫ്രീഡി എന്നിവരെ ടീമിൽ ഇനിയും വെച്ച് പൊറുപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ എത്തിക്കഴിഞ്ഞു. ഇവർക്ക് ടീമിൽ സ്ഥാനം നൽകിയതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ടീമിന് നേരിടേണ്ടി വന്നത്. എന്നാൽ അതിനൊത്ത പ്രകടനവും നടത്താൻ കഴിയാതെ വന്നതോടെ പ്രതിഷേധവും കനത്തു. ഈ ലോകകപ്പിൽ ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിന് മുൻപ് തന്നെ വലിയ വെല്ലുവിളികൾ ഉയർത്തി എത്തി ഒടുവിൽ 61 റൺസിന്റെ കൂറ്റൻ തോൽവി നേരിടേണ്ടി വന്നതും പാകിസ്ഥാൻ ടീമിനെ വല്ലാതെ തളർത്തി. PCBയുടെ അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ താല്പര്യമായിരുന്നു ബാബറിനെയും ഷഹീനെയും ടീമിൽ ഉൾക്കൊള്ളിക്കണം എന്നത്. അത്രയും സ്വാധീനം ഇരുവർക്കും ബോർഡിന്മേലുണ്ട്. എന്നാൽ അഭിമാന പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെയും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നതോടെയാണ് ഇവരുടെ കാര്യത്തിൽ തീരുമാനം കടുപ്പിക്കുന്നത്. ബാബർ അസം സമീപകാലത്തൊന്നും മികച്ച ഫോമിൽ കളിച്ചിട്ടില്ല. T20 ഫോർമാറ്റിൽ മികച്ച റെക്കോർഡ് ബാബറിനില്ല. അവസാനം കളിച്ച ബിഗ് ബാഷ് ലീഗിലടക്കം താരം അട്ടർ ഫ്ലോപ്പായിരുന്നു. ഇപ്പോൾ T20 ലോകകപ്പിലും ബാബറിന് മികവ് കാട്ടാൻ സാധിക്കുന്നില്ല. ബാബർ ഇന്ത്യക്കെതിരെ 4 റൺസ് മാത്രം എടുത്താണ് മടങ്ങിയത്. ഈ ഒരു സാഹചര്യത്തിൽ താരത്തെ പുറത്താക്കാനാണ് ടീം മാനേജ്മെന്റിന്റെ നിലപാട്. നേരത്തെ ഓപ്പണർ റോളിൽ കളിച്ചിരുന്ന ബാബറിനെ ഇപ്പോൾ 4ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഇറക്കുന്നത്. ഏത് പൊസിഷനിൽ കളിപ്പിച്ചാലും ഇപ്പോൾ ബാബർ ടീമിന് ബാധ്യതയാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ബാബറിനെ പുറത്തിരുത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചാൽ അത് മികച്ച തീരുമാനം തന്നെയായിരിക്കുമെന്ന് പറയാതെ വയ്യ. ബാബറിന് പകരം ഫഖർ സമാൻ പ്ലേയിങ് 11-ലേക്ക് എത്താനാണ് സാധ്യതകൾ കൂടുതൽ. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം സീനിയർ പേസറായ ഷഹീൻ ഷാ അഫ്രീദിയെ പാകിസ്ഥാൻ ഒഴിവാക്കിയേക്കും എന്നതാണ്. ഷഹീൻ സമീപകാലത്തായി മികച്ച ഫോമിലല്ല. താരത്തിന്റെ ഫിറ്റ്നസും വലിയ പ്രശ്നമാണ്. ഇന്ത്യക്കെതിരായ മത്സരത്തിലെ പ്രകടനവും നിലവാരത്തിനൊത്ത് ഉയർന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഷഹീനെ പാകിസ്ഥാൻ ഒഴിവാക്കും എന്നാണ് വിവരം. പകരം നസീം ഷായെ പാകിസ്ഥാൻ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവന്നേക്കും. ഇത്തവണ സ്പിൻ കരുത്തിനെ അമിതമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നിരയാണ് പാകിസ്ഥാനിൽ നിന്നും നമ്മൾ കാണുന്നത്. ടീമിന്റെ സമീപകാലത്തെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ ഇത് വ്യക്തമാണ്. ഇത്തവണത്തെ T20 ലോകകപ്പിലും പാകിസ്ഥാൻ ഇതേ രീതി തന്നെയാണ് പിന്തുടർന്നത്. എന്നാൽ ഇന്ത്യക്കെതിരെ ഇത് അക്ഷരാർത്ഥത്തിൽ പാളിപ്പോയി. നസീം ഷായെ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെയും അഭിപ്രായം. ശ്രീലങ്കൻ പിച്ചിൽ ഷഹീനേക്കാൾ നസീമിന് തിളങ്ങാനായേക്കും. എന്തായാലും നാണക്കേടിന്റെ പടുകുഴിയിൽ വീണ പാകിസ്ഥാൻ ടീമിന് തിരിച്ചുവരവ് അനിവാര്യമാണ്. മറ്റൊരു ചിരവൈരി പോരാട്ടത്തിന് അരങ്ങുണരുകയാണെങ്കിൽ മുട്ടി നിൽക്കാനെങ്കിലും ശേഷിയുള്ള ഒരു ടീമിനെ പാകിസ്ഥാൻ കൊണ്ടുവന്നാലേ മത്സരത്തിന് ഒരു ത്രില്ല് കിട്ടുകയുള്ളൂ.